നീ ഒന്ന് വേഗം റെഡിയാവ്. 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം. സഞ്ജു, എനിക്ക് സീരിയസ് ആയിട്ടൊരു വിഷയം സംസാരിക്കാനുണ്ട്. പോകുന്ന വഴിക്ക് പോരെ? പോരാ, സഞ്ജു സച്ചിയെ വിളിക്കാനാ പോകുന്നതെന്ന് എനിക്കറിയാം. പിന്നെ അവനെ വിളിക്കണ്ടേ? സഞ്ജു അത് പറഞ്ഞപ്പോഴേ അമ്മുവിന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. അമ്മു ഇവിടുന്ന് പോകാൻ തന്നെ ഒരു കാരണം സച്ചി തന്നെ ആണല്ലോ. സച്ചിയുടെ കല്യാണം കഴിഞ്ഞാലും സച്ചി ഇവിടെ വരുമെന്ന് അമ്മുവിന് അറിയാം. അത് മനസ്സിലാക്കിയല്ലേ നമ്മൾ അവനെ വിരുന്നിന് വീട്ടിലേക്ക് വിളിക്കാതെ പുറത്ത് വെച്ചൊരു ഡിന്നറിന് ക്ഷണിച്ചത്. വീണ്ടും സച്ചിയുടെ മുന്നിൽ അമ്മു വരാൻ പോവല്ലേ? ഇത് അങ്ങനെയൊന്നും അല്ല എന്റെ സ്വാതി. 100 കണക്കിന് ആൾക്കാർ കാണും. അമ്മ അവന്റെ മുമ്പിൽ ചെന്ന് പെടാതിരുന്നാ പോരെ? സച്ചി മാത്രമല്ല വരുന്നത്, അർച്ചനയും ഉണ്ടാവും. അർച്ചനയ്ക്കൊന്നും അറിയില്ലെങ്കിലും അമ്മു അർച്ചനയും തമ്മില് ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്? നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സച്ചിയെ വിളിക്കാതിരിക്കാനാവില്ല. ഇടോ, അത് നന്ദികേട് കൂടിയാ. സഞ്ജു, സ്വാതി, നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. മറ്റുള്ളവർ പറഞ്ഞും മീഡിയ വഴിയും സച്ചി ഈ വിവരം അറിയും. ഞാൻ എന്ത് മറുപടി പറയാം അവന്റെ അടുത്ത്? ഈ കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ്സാ. എടോ, അമ്മയുടെ നിഴലായിട്ട് നിന്നോളും. സച്ചിയെ ഒഴിവാക്കാൻ പറ്റില്ല. അമ്മുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവള് വരാൻ കൂട്ടാക്കില്ല. അവള് തന്നെ ഒഴിഞ്ഞു പോവും. ആ പേടി സ്വാതിക്ക് വേണ്ട. അവളെ തനിച്ചാക്കി അമ്മ വരില്ല. സച്ചി അമ്മും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാതെ അമ്മ നോക്കിക്കോളും. ഞാൻ അമ്മയോട് പറയാം. വാ, നീ റെഡിയാവ്. എനിക്ക് താമസമൊന്നുമില്ല. ചെല. സഞ്ജു, ഗസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ചടങ്ങ് തുടങ്ങാൻ പോന്നെ. സഞ്ജു, നമ്മുടെ ഷെയർ വാങ്ങുന്ന ആഗ്നേയ ഗ്രൂപ്പിന്റെ ചെയർമാൻ വരുമെന്നല്ലേ പറഞ്ഞത്? മനു, നീ അവരുടെ മാനേജറെ ഒന്ന് വിളിച്ചു നോക്ക്. ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ശരി. അമ്മു, സച്ചി അർച്ചന വരുന്നുണ്ട്. ചേച്ചി, നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? അവന്റെ കൂടെ അവന്റെ പെണ്ണുണ്ട്. അമ്മു, നീ നോർമലായിട്ട് ബിഹേവ് ചെയ്താൽ മതി. നിന്നെ പറ്റി അർച്ചനയ്ക്ക് ഒന്നും അറിയില്ല. വേണ്ട ചേച്ചി, എന്നെ കൂട്ടുകാരനോ അർച്ചനയോ കാണണ്ട. സത്യത്തില് നിങ്ങൾ വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. ഓഫീസിൽ നിന്ന് വരാൻ ഞാൻ കുറച്ച് ലേറ്റായി. അത് സാരമില്ല, നിങ്ങൾ വന്നല്ലോ. ഫംഗ്ഷൻ തുടങ്ങിയോ? നിങ്ങൾ വരാതെ ഞങ്ങൾ തുടങ്ങോ? നിങ്ങൾ വാ, സഞ്ജു അവിടെ ഉണ്ട്. ഹായ് അർച്ചന. ഹായ് സഞ്ജു. വെൽക്കം ഹാപ്പി മാരീഡ് കപ്പിൾസ്. എങ്ങനെയുണ്ട് അർച്ചനെ? ബോർണായ ഭർത്താവാണ് ഇവൻ. നിങ്ങളൊക്കെ എത്ര ബോറന്മാരായാലും ഞങ്ങൾക്ക് സഹിച്ചല്ലേ പറ്റൂ, അല്ലേ അർച്ചന? ഓ, അതല്ലേ ഒരു ഭാര്യയുടെ കടമ. എന്തായാലും എന്റെ അത്ര ബോറനായിരിക്കില്ല സച്ചി. അതിലെനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷ. പക്ഷേ
സച്ചേട്ടൻ എനിക്ക് ബോറിനായ ഭർത്താവല്ല. ഇവനെ ഞങ്ങൾ അറിയുന്നതല്ലേ. ഹലോ. ആ ഹായ്. നിങ്ങളെപ്പോ എത്തി? ആ ഞങ്ങളിപ്പോ എത്തിയുള്ളൂ. ആ ഹേയ്, ഓർമ്മയുണ്ടോ ഈ മുഖം? കല്യാണത്തിന് എനിക്ക് എത്താൻ പറ്റില്ല, പക്ഷെ ഞാൻ വൈകുന്നേരം എത്തിയത്. ഓ പിന്നെ നിന്നെ ഓർത്തിരിക്കാൻ നീ സൂപ്പർ സ്റ്റാർ അല്ലേ? ഒന്ന് പോടാ. കല്യാണത്തിന് ആരെല്ലാം വരുന്നു പോകുന്നു. ആ അതിരിക്കട്ടെ, നീ ആ മാനേജറെ വിളിച്ചോ? ഫംഗ്ഷൻ തുടങ്ങിക്കോ, അവർ വന്നോളെന്നാ അയാൾ പറഞ്ഞത്. നിങ്ങൾ വാ, മുത്തശ്ശനും അമ്മമാരും നിങ്ങളെ കുറെ നേരമായിട്ട് അന്വേഷിക്കുന്നു. ആ ഞങ്ങള് മുത്തശ്ശൻ കണ്ടിട്ട് വരാം. അത് മതി, അതാ നല്ലത്. സഞ്ജു അവിടെ എത്തിയോ? ഫംഗ്ഷൻ തുടങ്ങാനാ പറഞ്ഞത്, അവര് വരുമെന്നാ മനസ്സിലാക്കുന്നത്. നമുക്ക് അല്പം കൂടി വെയിറ്റ് ചെയ്യാം. മനു അയാൾ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യും. ആ അപ്പച്ചി, ഗൗതമനെയും കൂട്ടി ഹോട്ടലിലേക്ക് ഒന്ന് വാ. എന്താ സഞ്ജു? ഒരു ചെറിയ പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. അതിന് ഞാൻ മാറ്റിവെച്ച ദിവസം എന്താ? ഞാൻ അവിടെ കാണും. കള്ളി വിളിച്ച തായോ? കെട്ടിയവനെയും കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. അയ്യോ ഞാൻ പോയേക്കാവേ. ആ പറഞ്ഞു തീർന്നില്ല, ആളിങ്ങെത്തിയല്ലോ. എന്താ അവനെന്തിനാ ചിരിച്ചോണ്ട് പോയത്? അവനെ കൊന്നുകളയാൻ എനിക്ക് തോന്നുന്നേ. ഗൗതം വാ, സഞ്ജുന് ഗൗതത്തോട് എന്തോ സംസാരിക്കാനുണ്ട്. വാ. എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാന്ന് സാറ് പറഞ്ഞില്ല. മാധവേട്ടനോട് ഒരു കടം ബാക്കി കിടപ്പുണ്ട്, അതെനിക്ക് തീർക്കണം. ഇയാളെന്താ ഇവിടെ? ഞാൻ വിളിച്ചത് എന്താ സഞ്ജു ഈ തിരക്കിനിടയിൽ ഇങ്ങോട്ട് വിളിച്ചത്? കമ്പനിയുടെ 50ാം വാർഷികത്തെക്കാൾ എനിക്ക് വലുത് നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം. അവരുണ്ടെങ്കിലല്ലേ നമുക്ക് വർഷങ്ങളുടെ കണക്ക് പറയാൻ പറ്റൂ. ഒരു തെറ്റും ചെയ്യാത്ത മാധവേട്ടന്റെ മനസ്സിൽ ഒരു മുറിവുണ്ട്. മുത്തശ്ശന്റെ കാലം മുതൽ നമ്മുടെ കമ്പനിയെ സേവിച്ചു തുടങ്ങിയ ആളാ മാധവേട്ടൻ. ആരും മാധവേട്ടനെ വേദനിപ്പിച്ചിട്ടില്ല, പക്ഷേ എന്റെ സമയത്ത് അതുണ്ടായി. ആദ്യം മാധവേട്ടന്റെ മനസ്സിൽ ആ മുറിവ് ഉണങ്ങണം, എന്നിട്ട് മതി ആഘോഷം. സാറെന്താ ഇങ്ങനെ പറയുന്നത്? കമ്പനിക്ക് വേണ്ടി ജീവൻ തരാനും ഞാൻ തയ്യാറാണ്. ഗൗതമന് കാര്യം മനസ്സിലായല്ലോ. ഒരു കാരണവും ഇല്ലാതെയാ നിങ്ങൾ ഇയാളെ തല്ലിയത്. യൂണിയൻ നേതാവിന് വേണ്ടിയാ നിങ്ങൾ കമ്പനിയെ ചതിക്കുകയും കൂടെയുള്ള വിശ്വസ്തനായ ഒരാളെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തെന്ന് എനിക്കറിയാം. അത് കോംപ്രമൈസ് ആയ കാര്യമല്ലേ സഞ്ജു? നല്ലൊരു ദിവസമായിട്ട് അതേപറ്റി സംസാരിക്കണം. ഈ ദിവസം നമുക്ക് നല്ലതാവാൻ വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. ഗൗതം മാധവേട്ടനോട് സോറി പറയണം. ഗൗതമൻ അത് സാധിക്കില്ലെങ്കിൽ കമ്പനി വിട്ടു പോവാം. അയ്യോ സാറേ, നിങ്ങളൊരക്ഷരം മിണ്ടരുത് മാധവേട്ട. ഗൗതമൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. സോറി പറയാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് കമ്പനിക്ക് വേണ്ട. ഇതെന്റെ തീരുമാനമാണ്. കാര്യം അറിയാതെ ഗൗതം തല്ലിപ്പോയതല്ലേ? സോറി പറഞ്ഞേക്ക്. എല്ലാവരും ഒന്നിച്ചു പോണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. ഇനി മാധവേട്ടന്റെ മനസ്സിൽ ആ വേദന ഉണ്ടാവരുത്. ഇല്ല സാറേ. ആ എല്ലാവരും അങ്ങോട്ട് ചെല്ലും. മാധവേട്ടൻ വാ. ആ മനു പറഞ്ഞോടാ, എന്തായി? ചെയർമാൻ എത്തിയോ? ശിവൻ, കവിത, എന്തു വിലയടി നീ എനിക്ക് ഇവിടെ തരുന്നേ? ഒരു തൊഴിലാളിയുടെ മുന്നിൽ എന്നെ കൊണ്ട് ക്ഷമ പറയിച്ചില്ലേ?
ഇതിനേക്കാളൊരു അവമാനം എനിക്കിനി വരാനില്ല. ഇനിയും ഞാൻ ഇവനെ വെച്ചോണ്ടിരിക്കണോ? കണക്കുകൾ തീർക്കാൻ മാത്രമുള്ളതാ. അതെവിടെ വച്ച് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാതെ ചാടി പുറപ്പെടരുത്. ഗൗതമന് അതിനുള്ള ഊഴം ഞാൻ തരും. അച്ഛനേക്കാൾ ഭയങ്കരമായിരിക്കും മകന്റെ മരണം. വെൽക്കം എവരിവൺ. സത്യത്തിൽ സഞ്ജുവിന്റെ കൂടെ അമ്മുവാ നിൽക്കേണ്ടിരുന്നത്. ഒന്ന് പതുക്കെ. നമ്മുടെ കമ്പനി 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗോൾഡൻ ജൂബിലിയിലേക്ക്. മംഗലശ്ശേരി ഗ്രൂപ്പിനെ ഇന്നത്തെ വളർച്ചയിലും ഉയർച്ചയിലും എത്തിച്ചത് നിങ്ങൾ തൊഴിലാളികളാണ്. സന്തോഷത്തോടൊപ്പം തന്നെ കമ്പനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത മുരുകൻ ചേട്ടനെ വേദനയോടെ തന്നെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. മുരുകൻ ചേട്ടന്റെ കുടുംബം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഓഫീസ് സ്റ്റാഫാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും കമ്പനി തന്നെയാണ് വഹിക്കുന്നത്. മംഗലശ്ശേരി ഗ്രൂപ്പ് ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ജീവനക്കാരും തൊഴിലാളികളും. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ സംസാരിക്കുന്നതും നിങ്ങളുടെ സ്വരത്തിലാണ്. എത്ര ഭംഗിയായിട്ട് അമ്മ സംസാരിക്കുന്നത്. ഞാൻ കണ്ണു നിറയെ കാണുന്നത് എന്റെ പേരക്കുട്ടികളെ. എന്റെ മുത്തച്ഛൻ തുടങ്ങി വെച്ച ഈ കമ്പനി എന്റെ അച്ഛന്റെയും എന്റെ അപ്പച്ചിയുടെയും കൈകളിലൂടെ ഈ പെന്നിലെത്തി നിൽക്കുന്നു. അധികം താമസമൊന്നുമില്ല മോനെ. അവസാനം അപ്പച്ചിയുടെ കൈ തന്നെ ഈ കമ്പനി വരും. ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുകയാണ്. വരും വർഷങ്ങളിലുള്ള യാത്രയിൽ നമുക്ക് ഒന്നിച്ചു നീങ്ങാം. ഗോൾഡൻ ജൂബിലിയുടെ ഔപചാരികമായ ഉദ്ഘാടനമായി ഭദ്രദീപം തെളിയിക്കാൻ മുത്തച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുത്തച്ഛന്റെ കൈയൊന്ന് പിടിക്ക്. ചെല്ലമ്മോ. അച്ഛനെ വേദിയിലേക്ക് ആനയിക്കമ്മോ. ചെല്ലുമോളെ, ചെല്ല്. എന്റെ ആഗ്രഹം സാധിച്ചു. അമ്മൂന് അവിടെ ഒരു സ്ഥാനം കിട്ടി. എന്റെ ഭഗവാനെ, ശ്രീകുട്ടിയല്ലേ എന്നോട് പറഞ്ഞത് ഇവളെ കൂടെ കൂട്ടണമെന്ന്? അപ്പൊ ഇനി കേക്ക് മുറിക്കല്ലേ സഞ്ജു? ആ, മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്ന് വേണം കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോ കേക്ക് കട്ടിയല്ലേ മുത്തച്ഛൻ?
സഞ്ജന ഇത് കുട്ടിക്കുള്ള പ്രസാദമല്ല, ഇത് മംഗലശ്ശേരിയിലേതാ. എന്താ ഇയാളുടെ പേര്? അമ്മു. മംഗലശ്ശേരിയിൽ ആരാ? അമ്മു അവിടെ നിൽക്കുന്ന കുട്ടിയാ. വരട്ടെ തിരുമേനി. ആയിക്കോട്ടെ. കുങ്കുമാർച്ചനയാണല്ലേ? അതെ. എനിക്കുള്ള വഴിപാടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിൽ നിന്ന് കുറച്ച് കുങ്കുമം ഞാൻ എടുത്തോട്ടെ. പൂജാമുറിയിൽ എത്തുന്നത് വരെ മോളല്ലാതെ ആരും തിരുമേനി തരുന്ന കുങ്കുമത്തിൽ സ്പർശിക്കരുത്. സഞ്ജു, സഞ്ജന, അവന്റെ തോളി ചാടിക്കറി ഈ പെണ്ണേതാ? പെണ്ണ് പിടിച്ച പിടിയും വിടുന്നില്ല. സഞ്ജന, വാട്ട് എ ഗ്രേറ്റ് സർപ്രൈസ്. അല്ല, നീ എന്താ ഇവിടെ? പറയാം. സാക്ഷി, മനു, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, നീ ഇതെവിടുന്ന് ഇവിടെ ഒന്ന് ചാടിയേ? സഞ്ജന, ഇവന്റെ കല്യാണം കഴിഞ്ഞാൽ നീ അറിഞ്ഞായിരുന്നു? അറിയിക്കാതെ ഞാൻ എങ്ങനെ അറിയാനാ? വല്യേച്ചി അവളുടെ പേര് ശ്രദ്ധിച്ചോ? സഞ്ജന. ശ്രീകുട്ടി പിണങ്ങി പോവാൻ കാരണം ഇവളാ. മല്ലികാന്റി വരൂ. ഇത് മല്ലികാന്റി. ഞാൻ മോളുടെ ആയേ. എടി, നീ ഫുൾ സെറ്റപ്പിലാണല്ലോ. മസിൽ പിടിച്ച് രണ്ട് ബോഡി കാർഡ് നിൽക്കണല്ലേ? പഠിക്കുന്ന സമയത്തും കോളേജിൽ വരുമ്പോ ഇവക്ക് ഇതുപോലെ രണ്ട് തടിയന്മാരെ കൂട്ടുണ്ടായിരുന്നല്ലോ. നീ ഇവിടെ എങ്ങനെ എത്തി? അത് പറഞ്ഞില്ല. പറയാം. നിങ്ങളൊരു ഗസ്റ്റിനെ കാത്തിരുന്നില്ലേ? ആത്മീയ ഗ്രൂപ്പിന്റെ ചെയർമാൻ. എന്റെ അച്ഛനാ അദ്ദേഹം. സഞ്ജുവിനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഡയറക്ടർ ബോർഡ് മെമ്പറായ ഈ സഞ്ജന തന്നെ നേരിട്ട് വന്നത്. എന്താ വീഴ്ച നിൽക്കുന്നേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ വാങ്ങിയത് എന്റെ അച്ഛന്റെ കമ്പനിയാ. മൈ ഗോഡ്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. അദ്ദേഹം ക്ഷണിച്ചിട്ടല്ല ആ കുട്ടി വന്നത്. അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട അറിയില്ലേ? അവള് ചേച്ചിയുടെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ചെന്ന് വെച്ച് എന്തിന് ചേച്ചി ദേഷ്യം പിടിച്ച് ഇവിടെ വന്ന് നിക്കണം? ചേച്ചി ഒന്ന് വന്നേ. അവൾ ആരെന്ന് നിനക്കറിയില്ല. ഒരാളെ ഞാൻ വെറുത്തിട്ടുണ്ടെങ്കിൽ അത് അവളെയാ.